ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒട്ടും തന്നെ രാജ്യസ്നേഹമില്ലെന്നും അവർ എല്ലാ കാലത്തും രാഷ്ട്രവിരുദ്ധരായിരുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. ഇപ്പോൾ അത് തെളിയിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു കൊടും ക്രിമിനൽ, ഒരു നേതാവ്, മാവോയിസ്റ്റുകാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബസവരാജു കൊല്ലപ്പെട്ടു. അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിൻ്റെ നേതാക്കളായ ഡി രാജയും MA ബേബിയും ഒക്കെ. എന്താണ് സാർ ഇവരിങ്ങനെ തുടർച്ചയായിട്ട് ഈ ബസവരാജുവിന് വേണ്ടി വാദിക്കുന്നത്? അയ്യോ, അത് രാജ്യസ്നേഹത്തിൻ്റെ കുറവല്ല, കൂടുതലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള പ്രത്യയശാസ്ത്രം എന്താണ്? പ്രത്യേകിച്ച് CPM-ൻ്റെ വിപ്ലവം തോക്കിൻ കീഴിലൂടെ, അതെ, ജനാധിപത്യത്തിലൂടെയാണെന്ന് കാൾ മാർക്സോ ലെനിനോ സ്റ്റാലിനോ ഏംഗൽസോ പോൾപോട്ടോ എവിടെയെങ്കിലും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അവരെ തെറ്റിദ്ധരിക്കുന്നത്? അവരുടെ തത്വശാസ്ത്രം, രാജ്യത്തോടുള്ള കൂറുകൊണ്ട്. പിന്നെ ഇവർ പിന്തുണയ്ക്കുന്ന ബസവരാജ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാവോയിസ്റ്റ്, CPI MM എന്ന് വരേണ്ടി വരും, അല്ലെങ്കിൽ CPI M മാവോയിസ്റ്റ് എന്ന് പറയുന്ന കക്ഷിയുടെ ജനറൽ സെക്രട്ടറിയാണ്. MA ബേബിയുടെയും അതുപോലെ തന്നെ ഡി രാജയുടെയും അതേ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ കൊല്ലാമോ? അദ്ദേഹത്തിന് കൊല്ലാം, ആരെ വേണമെങ്കിലും കൊല്ലാം. 150 പട്ടാളക്കാരെ കൊന്നു. 50 പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി നടന്ന സായുധരായ 50 സെക്യൂരിറ്റികളുടെ നക്സലൈറ്റുകളുടെ അകമ്പടിയോടുകൂടി അങ്ങനെ തോക്കിൻകുഴലിലൂടെ വിപ്ലവ ഇന്ത്യ മുഴുവൻ വിതച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. 150 പേരെ കൊന്നു, പട്ടാളക്കാരെ, ഇന്ത്യയുടെ പട്ടാളക്കാർ നശിപ്പിച്ചു. അതുപോലെ തന്നെ BJPയുടെ ഒരു MLA, നടന്ന സംഭവമാണിത്, MLA ആയുള്ള ഭീമ പാണ്ഡവലു എന്ന് പറയുന്ന ആളെ കൊന്നു, വകവരുത്തി. MLA, ജനപ്രതിനിധി. ഇവർ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ഒക്കെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ആ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് ജനങ്ങൾ പ്രവേശനം കൊടുത്ത ആളിനെ വെടിവെച്ചു. ഇനി ഒരുപാട് പേരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡുവിനെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരു കുഴിബോംബ് സ്ഫോടനമാണ്, കാറ് വേണ്ടി. ഭാഗ്യത്തിനായാൽ രക്ഷപ്പെട്ടു. VC ശുക്ലയൊക്കെ കൊന്ന പാരമ്പര്യമുള്ള ഒരു സംഘടനയാണെന്ന്. ഇങ്ങനൊരു ഛത്തീസ്ഗഡിലെ അതെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളിനെ പോലും പിന്നീട് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇദ്ദേഹം വലിയൊരു സേവനമല്ലേ രാജ്യത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 140 കോടി കടന്ന് ചൈനയേക്കാളും അപ്പുറമെത്തിയല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ജനസംഖ്യ കുറയ്ക്കണം, എങ്കിലേ ഇവരുടെ തത്വശാസ്ത്രം അനുസരിച്ച് ഈ ഭക്ഷണത്തിൻ്റെ വിതരണം തുല്യമായിട്ട് നടത്താൻ പറ്റൂ. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക, ഇതിപ്പോൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് അവരുടെ വിചാരവും വിശ്വാസവും ഇല്ല. സാർ, അതുപോലെ തന്നെ ഈ ബസവരാജുവിന് വിദേശത്തുനിന്ന് പരിശീലനം കിട്ടിയതായിട്ട് കേൾക്കുന്നുണ്ട്. ആ ശ്രീലങ്കയിൽ പോയിട്ട് LTTEയോടൊപ്പമാണ് അദ്ദേഹം ഗറില്ല പരിശീലനം നടത്തിയത്. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹം വിദ്യാഭ്യാസമില്ലാത്ത ഒരു ആദിവാസിയൊന്നുമല്ല. അവിടെ ശ്രീകാകുളത്ത് ജനിച്ച് അവിടെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ നേടിയ ആളാണ്. ബിടെക്കുകാരനാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ രംഗത്ത് വന്ന ആളാണ്. ആരാധകർ ധാരാളം ഉണ്ട് ആന്ധ്രാപ്രദേശിൽ. അതുപോലെ തന്നെ സാർ, ഈ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ സ്ഫോടക വസ്തു ഏറ്റവും അത്യന്താധുനിക ഈ ബോംബുകളൊക്കെ ഉണ്ടാക്കാനും മറ്റും അറിയുന്ന ആളാണ് ഈ ബസവരാജു എന്ന്. സാങ്കേതികമായി ഏറ്റവും നൂതനമായിട്ടുള്ള വിദ്യകൾ ആർജിക്കാൻ ഈ മാവോയിസ്റ്റുകളെ പഠിപ്പിച്ച, അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകിയ ആളാണ് ഇദ്ദേഹം. സഹായം കിട്ടുന്നത് എവിടെയെന്നറിയാവോ? ഇവർക്കെവിടെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇപ്പോൾ ചൈന കൊടുക്കുന്നില്ല സഹായം, പരിപാടി നിർത്തി. ചൈന അങ്ങനെ വിട്ടുകളിക്കുന്നില്ല. ജിഹാദികളാണ് ഇവർക്ക് സഹായം കൊടുക്കുന്നത്. ജിഹാദികളുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് ജിഹാദികളുമായിട്ട് സഖ്യം ഇസ്ലാമിക ഭീകര സംഘടനകളുമായി പ്രത്യയ ശാസ്ത്രപ്രകാരം ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത മതഭീകരവാദികളുടെ സഹായം തേടിക്കൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങളെ തച്ചു കൊന്നുകൊണ്ടിരുന്നത്. ഇതൊരു സേവനം അവർ ചെയ്തത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് 1 കോടി രൂപ ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡ് മാത്രമല്ല, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സർക്കാർ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം 1 കോടി രൂപ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ പഹൽഗാമിലെ ഭീകരവാദികളെ കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത്. നമ്മൾ ഇൻഫോർം ചെയ്യുന്ന ആൾക്കാർക്ക് പാരിതോഷികമായിട്ട് നമ്മൾ വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഇദ്ദേഹത്തിനെ കണ്ടെത്തി വിവരം നൽകുന്നവർക്ക് 1 കോടിയാണ്.
എന്നിട്ടും ആളുകൾ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത്ര കൊടും ഭീകരനാണ്. ഈ വിവരം അറിയാനുള്ള ഇൻ്റലിജൻസ് ഈ മാവോയിസ്റ്റുകൾക്കുണ്ട്. നിമിഷാർത്ഥത്തിനുള്ളിൽ അവൻ്റെ തല ചാരമായി വെണ്ണീറായി തീർക്കും ഇവർ. അതിനുള്ള സംവിധാനമുള്ള ഒരു വലിയ നെറ്റ്വർക്കിംഗ് ഉള്ള ജിഹാദികളുടെ അങ്ങനെയുള്ള ഇവരെ ഈ CPM-ഉം CPI-യും ഒക്കെ പിന്തുണയ്ക്കുകയും എന്നിട്ട് ഇവർ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ വന്ന് നിന്ന് ഇലക്ഷനൊക്കെ മത്സരിച്ച് ജയിക്കുക. ഈ ഡി രാജയുടെയൊക്കെ പത്രക്കുറിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം വരും. ഇവരൊക്കെ ഈ രാജ്യത്തെ പൗരന്മാരാണോ എന്ന് പോലും സംശയം തോന്നും. ഈ 150 നമ്മുടെ സൈനികരെ കൊന്നതിന് യാതൊരു കുറ്റവുമില്ല. നേരെ മറിച്ച് ഈ ബസവരാജുവിനെയും മാവോയിസ്റ്റുകളെ ആക്രമിച്ച് അവരെ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായിരുന്നു എന്നാണ് രാജ പറയുന്നത്. എന്നിട്ടും അവരെ കൊന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. അതുപോലെ കാരണം നമ്മൾ മനസ്സിലാക്കണം, ഈ അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സഹോദരന്മാരാണ് ഈ നക്സലൈറ്റുകളെ മാവോയിസ്റ്റുകളെ ഒക്കെ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരെ പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താ? ഇന്ത്യൻ ഭരണഘടനയാണോ? ഇന്ത്യയുടെ ഡെമോക്രസിയാണോ? അല്ല. പ്രോലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം ആണ് അവരുടെ. തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുക, അതിനുവേണ്ടി വർഗവഞ്ചകരായിട്ടുള്ളവരെ പെറ്റി ബൂർഷുകളെപ്പോലും ഉന്മൂലനം ചെയ്യുക എന്നുള്ള തത്വമുണ്ട് അവർക്ക്. കാരണം ആ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും പ്രതിവിപ്ലവങ്ങൾ സൃഷ്ടിക്കും, പ്രതിരോധങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് സ്റ്റാലിൻ അത്രയും പേരെ കൊന്നൊടുക്കിയത്. ആ പേര് പറഞ്ഞാണ് പോൾ പോട്ട് അത്രയും പേരെ കൊന്നൊടുക്കിയത്. ആ പേര് പറഞ്ഞാണ് മാവോ സേതൂങ് ലോങ് മാർച്ച് എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളെയും നശിപ്പിച്ചില്ലാതാക്കിയത്. ടിബറ്റിൽ പോലും ടിബറ്റൻ ലാമമാരുടെ പഗോഡകളും നശിപ്പിച്ചുകൊണ്ട് മുന്നേറിയ ആ മാർച്ച്, അതിൽ ചങ്കു പൊട്ടിക്കുന്ന അതിൻ്റെ അവശേഷിപ്പുകൾ നമുക്കിന്നും ടിബറ്റിൽ കാണാൻ പറ്റും. അങ്ങനെ ലാസയിൽ, ടിബറ്റിലെ ലാസയിലും പരിസര പ്രദേശങ്ങളിലും നിശബ്ദമായി തേങ്ങിക്കൊണ്ടിരിക്കുന്ന, കാരണം അവർ അഹിംസയിൽ വിശ്വസിക്കുന്നു, ശ്രീബുദ്ധൻ്റെ മതത്തിൽപ്പെട്ടവരാണ്. അല്ല മാർക്സിൻ്റെ ഈ പറയുന്ന ഉന്മൂലനാശന സിദ്ധാന്തം വിശ്വസിക്കുന്നവരല്ല അവർ എന്നുള്ളതാണ്. എന്ത് ഹിംസ ഇങ്ങോട്ട് വന്നാലും അതിനെ അഹിംസ കൊണ്ട് നേരിടണം, കാരുണ്യം കൊണ്ട് നേരിടണം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇങ്ങനെ അങ്ങ് കണ്ണീരൊഴുക്കുകയാണ് ബസവരാജുവിന് വേണ്ടി. ബസവരാജു ചെയ്ത കൊടും ക്രൂരതകൾ, ഈ ഇതുപോലൊരു ഒരാളിനെ ഇനി ജയിലിലിട്ട് വിചാരണ ചെയ്ത് നമ്മുടെ നികുതിപ്പണം ചെലവഴിക്കണോ എന്നുള്ള ചോദ്യമല്ല അവിടെ ഉയരുന്നത്. മറിച്ച് ബസവരാജുവിന് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ്. ബസവരാജയ്ക്ക് വേണ്ടി അതാണ്. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തനി നിറം നമുക്ക് ബോധ്യമാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് അവർ നിലവിളിക്കുന്നുണ്ടല്ലോ, ഫെഡറലിസം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടല്ലോ. അവർ ഫെഡറലിസം വിശ്വസിക്കുന്നുണ്ടോ? എന്ത് ഫെഡറലിസമാണ് അവർക്കുള്ളത്? സെൻട്രൽ എന്താ കേന്ദ്രീകൃത ജനാധിപത്യ കേന്ദ്രീകരണത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ. പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പുറത്ത്, അല്ലെങ്കിൽ അവരെ വെച്ചുകൊണ്ടിരിക്കരുത്, തല കാണില്ല, ഉന്മൂലനാശം ചെയ്യണം, അല്ലെങ്കിൽ പാർട്ടി രഹസ്യങ്ങൾ ചോർന്നു പോകും, പാർട്ടിയെ അത് നശിപ്പിക്കും, പാർട്ടിയെ കുഴപ്പത്തിലാക്കും, പാർട്ടിയെ തകർക്കും. വർഗവഞ്ചകനെന്നൊക്കെ അതെ, കുലം കുത്തികളെന്നും ഒക്കെ വിളിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തോക്കുംകുഴലിലൂടെ ഉണ്ടാവുന്ന ആ വിപ്ലവം അവർ സന്തോഷിച്ചു കൊണ്ടിരുന്നു, അതിപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഇന്ത്യയിലെ മോദി ഭരണകൂടം ഇപ്പോൾ തൂത്തെറിയപ്പെടും. ഭീകരവാദികളിലൂടെ നടക്കുമെന്ന് മറുവശത്ത് അവർ വിശ്വസിച്ച് കുറേയൊക്കെ ജിഹാദികളെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതിശക്തമായിട്ടുള്ള അപ്രതിഹതമായിട്ടുള്ള അപ്രതിരോധ്യമായിട്ടുള്ള നിലപാട് കൊണ്ട് തകർത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജനങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ തങ്ങളും ഈ ഭീകരവാദികളെപ്പോലെ വെണ്ണീറാകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് വാക്കുകൾ കൊണ്ടെങ്കിലും ഭീകരവാദികൾക്കെതിരെയും ഇന്ത്യ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടും സംസാരിക്കാൻ അവർ പ്രേരിതരായത്. പക്ഷേ അവരുടെ ഫോഴ്സിലായിട്ടുള്ള ഈ മാവോയിസ്റ്റുകളിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുവഴി തോക്കും കുഴലിലൂടെ വിപ്ലവം കൊണ്ടുവരാം, ഇന്ത്യയുടെ ജനാധിപത്യത്തെ പതുക്കെ തകർക്കാം, ഇവരെ കൂടുതൽ പേരെ പട്ടിണിയിലും അരക്ഷിതാവസ്ഥയിലും ഇട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ അവരെ തിരിച്ചുകൊണ്ട് വലിയൊരു ലോങ് മാർച്ച് പോലൊന്ന് നടത്തി ഭരണകൂടത്തെ തകർത്ത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കാം. അതാണല്ലോ MP ഗോവിന്ദൻ നായർ ഈയരെയും പറഞ്ഞത്. കേരളത്തിലെ ഭരണകൂടം ശരിയല്ല, പക്ഷേ ഭരിക്കുന്ന പിണറായി വിജയൻ ശരിയാണ്. എന്താണ്? ഭരണകൂടം ശരിയാവണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരണം, അവരുടെ ഏകാധിപത്യം വരണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വളരെ സത്യമാണ്. അവരതിനാണ് വിശ്വസിക്കുന്നത്. കൽക്കട്ട തീസിസ് വാസ്തവത്തിൽ അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലെന്ന് മുമ്പ് തന്നെ പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഒരു അടവ് നയം മാത്രമാണ് ഈ ജനാധിപത്യം, ഭരണഘടന, ഫെഡറലിസം എന്നൊക്കെ പറയും. ശുദ്ധ തട്ടിപ്പുകളും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ ഇതൊന്നും നിലനിൽക്കുന്നത്? അല്ല, നമ്മുടെ കെ വേണു എത്രയോ തവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായിട്ടുള്ള നിലപാടാണ് ബാസവരാജു പുലർത്തിയത്. പക്ഷേ അതിലെനിക്ക് വലിയൊരു വൈരുദ്ധ്യം കാണാൻ കഴിയുന്നത്, അവർ ജിഹാദികളെന്ന് പറയുന്ന മതഭരണം അല്ലെങ്കിൽ തിയോക്രസിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരിക്കലും ചേരാത്ത ഒന്നാണ് കമ്മ്യൂണിസം. പക്ഷെ അവരുമായിട്ടാണ് ചേരുന്നത്. മതത്തെയോ ജാതിയെയോ അല്ലാതെ കാണുന്നത് ഏത് വർഗം, നിങ്ങൾ മുതലാളി വർഗമോ തൊഴിലാളി വർഗമോ എന്നാണ് കാണേണ്ടത്. 2 വർഗങ്ങളേ ഉള്ളൂ എന്നാണെന്ന് പറയുന്നത്. ഇവിടെ മതം അത് വെച്ചുള്ള ഒരു സംഘടന, അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അതും അവിടെയും അവസരവാദം ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIയും നടത്തുന്ന അവസരവാദമാണ്. അവരുടെ ആത്മാവാണ് ഈ മാവോയിസം എന്ന് പറയുന്നത്. CPI മാവോയിസത്തെ എതിർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും, മാവോവാദികളും മാവോ വിരുദ്ധവാദികളും എല്ലാം കൂടെ ചേർന്ന് ഈ മാവോവാദിയുടെ രക്തത്തിന് വേണ്ടി ഇപ്പോൾ കണ്ണീരൊഴുക്കുന്ന വിചിത്രവും വിരുദ്ധവുമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.